എബിൻ ജോസ് ഈ കുട്ടമ്പുഴയിൽ നിന്ന് നമുക്കപ്പം ചേരുകയാണ്. സൂര്യപ്രകാശം വീഴാൻ പ്രയാസമുള്ള വനമേഖലയാണ് കുട്ടമ്പുഴയ്ക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ വനത്തിൻ്റെ ഉള്ളിൽ എവിടെയോ വെച്ചിട്ടാണ് ഈ സ്ത്രീകളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അവർ സുരക്ഷിതമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിലും നടത്തും. 3 സ്ത്രീകളാണ് ഒരു പശുവിനെ തെരഞ്ഞ് കാട്ടിനുള്ളിലേക്ക് പോവുകയും കാട്ടിൽ അവരെ കാണാതാവുകയും ചെയ്ത കുട്ടമ്പുഴയിൽ നിന്ന് തത്സമയം എബിൻ ജോസ് ചേരുകയാണ്. എബിൻ ജോസ്, കൂടുതൽ വിശദാംശങ്ങൾ. SKN ഏതായാലും കൂടുതൽ ആളുകൾ കാടിനുള്ളിലേക്ക് പോയി. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കണ്ടു. ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പോയവരുടെ പാറക്കുട്ടി, ഡാർലി, മായ എന്നീ 3 പേരാണ് ഈ പശുവിനെ തെരഞ്ഞ് ഇന്നലെ ഉച്ചയോടുകൂടി ഉൾക്കാടിനുള്ളിലേക്ക് പോയത്. അതിനുശേഷം 5 മണിയോടെയാണ് ഇവരുമായി ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചത്. ആ സമയത്ത് അവർ പറഞ്ഞത്, ഇവിടെ ഞങ്ങൾ കാട്ടിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് വഴി മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ചില ദിശകളൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിൽ പോലും അവർ പറയുന്ന ആ ദിശ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു പാറപ്പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്, ആനയെ കാണുന്നുണ്ട്, അതിൻ്റെ പേടിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പങ്കുവച്ചു. പിന്നീട് അവരെ ഫോണിൽ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തേക്ക് അവർ മാറുകയോ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു നിഗമനമാണ് ഉള്ളത്. അതിനുശേഷം ഈ വിപുലമായ തെരച്ചിൽ നടക്കുന്നു. ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച മലയാറ്റൂർ DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഏകദേശം പുലർച്ചയോളം ഉണ്ടായിരുന്നു. അവർ പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. ആ 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ഇന്നലെ തെരച്ചിലുണ്ടായിരുന്നു. അതിൽ 3 സംഘങ്ങൾ ഒരു 3 മണിയോട് ശേഷം തിരിച്ചെത്തുകയുണ്ടായി. അതിൽ ഒരു സംഘം അവിടെ നിൽക്കുകയും ചെയ്തു. ഈ വനപാലകരെ അതുപോലെ തന്നെ ഈ തെരച്ചിൽ സംഘത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ഉള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടാനയുടെ ശല്യം, ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടുത്തെ ജനപ്രതിനിധി, ഇവിടുത്തെ ഒരു മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പർ, എന്തെങ്കിലും കൂടുതൽ അപ്ഡേഷൻ വല്ലതും ഉണ്ടോ? നിലവിൽ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നലെ പോയ 2 ടീമുകളും ഫോറസ്റ്റിനുള്ളിൽ തന്നെ അവർ ഇപ്പോൾ സെർച്ച് തുടരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരടങ്ങുന്ന സംഘം കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അവരും സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു ആശാവഹമായ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരെവിടെയും രാത്രി സേഫ് സോണിൽ ഇരുന്നിട്ടുണ്ടാവും. ഇന്ന് വെട്ടം വീണ മുറയ്ക്ക് അവർ നമ്മുടെ അടുത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും ആന വരുന്നൊരു പ്രദേശമാണ്. അതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ ആന വരികയും ഈ കാണുന്ന ഇപ്പോൾ ആ പന പോലും തല്ലി മറിച്ചിട്ട് മിനിഞ്ഞാന്ന് വരെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആന ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ് തെരച്ചിൽ നടക്കുന്നത്? മറ്റ് സംവിധാനങ്ങൾ, ഡ്രോണോ അതുപോലെ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടോ? ഫോറസ്റ്റിൻ്റെ ഡ്രോൺ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുകളിലൂടെ പറക്കുന്നുണ്ടായിരുന്നു. ഫോറസ്റ്റിൻ്റെ ഡ്രോൺ ഉപയോഗിച്ച് ഫോറസ്റ്റ് സെർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാച്ചേഴ്സും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ, ഫയർഫോഴ്സിൻ്റെ ആളുകൾ, ഒപ്പം പോലീസിൻ്റെ എല്ലാ സംവിധാനവും മാക്സിമം ആളുകളും നമ്മൾ സെർച്ചിന് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ വെളിച്ചം ഉണ്ടാവുമോ? ഇപ്പോൾ വനത്തിനുള്ളിൽ സാധാരണ വെളിച്ചം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ആയോ? ഇപ്പോൾ നമ്മളിവിടെ കിട്ടുന്ന അതേ വെളിച്ചം തന്നെ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടുണ്ടാവണം. കാരണം വെച്ചാൽ 6:30 മണിയോട് മൊത്തത്തിലെല്ലാം നല്ല പ്രകാശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഇരുട്ടിൻ്റെ പ്രശ്നം നമുക്കില്ല. ഇപ്പോൾ വിസിബിൾ ആയതുകൊണ്ട് തന്നെ വന്യമൃഗശല്യത്തിൽ നിന്ന് നമുക്കൊരു ദ്രോഹം ഉണ്ടാവാനും സാധ്യതയില്ല. രാത്രിയൊക്കെ അവർ കാട്ടാന ഉണ്ടായിരുന്നു ഇവർ പോയ വഴിക്കെന്നൊക്കെയാണെന്നല്ലോ പറഞ്ഞത്. ഇന്നലെ രാത്രി സെർച്ചിന് പോയ 2 ടീമുകൾ കാട്ടാനയുടെ ശല്യം മൂലമാണ് തിരിച്ചു വരാതിരുന്നത്. കാരണം അവർ ചെന്ന് തൊട്ട പാറയുടെ താഴ്ഭാഗത്തായിട്ട് കാട്ടാന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ സേഫ് സോണിൽ ആ പാറപ്പുറത്ത് ഇരുന്നത്. ഇന്നലെ അവർ ഗുണ്ട് പൊട്ടിച്ചും അതുപോലെ പടക്കം പൊട്ടിച്ചൊക്കെയാണ് അവർ ഈ സെർച്ചിന് വേണ്ടിയിട്ട് പോയത്. SKN ആ രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത്. എത്രയും വേഗം തന്നെ ഈ 3 പേരെയും കണ്ടെത്താൻ കഴിയും. കാരണം ഇപ്പോൾ വെളിച്ചം വീണ് തുടങ്ങി, അതിൻ്റെ ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. കൂടുതൽ ആളുകൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാട് ഒക്കെ ഒരു പരിചയമുള്ള സ്ഥലമാണ്. ആ കാട് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഈ പ്രത്യേകം ഈ കയറി ചെന്ന് പരിശോധിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ അത്യാധുനിക സംവിധാനങ്ങൾ വെച്ച്, പ്രത്യേകിച്ച് തെർമൽ ക്യാമറ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുമുള്ള പരിശോധനകൾ നടത്തുമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് ഇവർ ഏകദേശം അധികം ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാവാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തേക്കുംകൂപ്പ് മേഖലയാണ്. ഇവിടെ സംരക്ഷിത വനമാണ്. അതിന് ഉള്ളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ കൊടുങ്കാടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പാറകളുണ്ട്, പാറക്കെട്ടുണ്ട്. ആ രീതിയിലാണ് പ്രദേശമുള്ളത്. ഇന്നലെ രാത്രിയിലൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം ഇരുട്ടായിരിക്കും. പ്രത്യേകിച്ച് വനത്തിനുള്ളിൽ പോയാൽ എത്ര പരിചയസമ്പന്നരാണെങ്കിൽ പോലും വഴി തെറ്റുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികളടക്കം പറയുന്നു. ഇന്നലെ നമ്മളോട് പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് ഇവർക്കും വഴി തെറ്റിയിട്ടുണ്ടാവുക. അതിലൊരാൾക്ക് ഈ കാടിനെക്കുറിച്ച് അത്യാവശ്യം അറിയാം. പാർക്കുട്ടി എന്ന് പറയുന്ന ആൾക്ക്, അവർ ഇച്ചിരി പ്രായം ചെന്നൊരു സ്ത്രീയാണ്.
തന്നെയാണ്. അവർക്ക് ഈ കാടിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് മടങ്ങി എത്തുമെന്നായിരുന്നു ഇന്നലെ പ്രതീക്ഷ. പക്ഷേ വൈകിട്ട് അവർക്ക് ആ ദിശ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ദിശ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് കൂടുതൽ ദുർഘടമായ സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്നാണ് വലിയൊരു തെരച്ചിലിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കടന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാവും, ശുഭപ്രതീക്ഷ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. എസ് കെ. ഓക്കെ, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് മായ ജയൻ, ഡാർലി സ്റ്റീഫൻ, പാറക്കുട്ടി കുഞ്ഞുമോൻ എന്നീ 3 സ്ത്രീകൾ വനത്തിലേക്ക് പോയതും ഒരു പശുവിനെ തെരഞ്ഞാണ് പോയത്. കാണാതായ പശുവിനെ തെരഞ്ഞ് 3 സ്ത്രീകൾ പോയി. ശരിക്കും അവർ 1 മണിക്ക് കാട്ടിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 4 മണിയോടെ ഈ മൊബൈൽ ഫോൺ കിട്ടാതെയായി. കാര്യം അവിടെ തീർച്ചയായിട്ടും കുട്ടമ്പുഴ പോലെ ഒരു വനത്തിനുള്ളിൽ റേഞ്ച് കിട്ടുകയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.